ജമ്മു കാശ്മീരിൽ കനത്ത മഴ പെയ്യുന്നു എന്ന വാർത്ത വരുന്നു. പുഴയിലെ കുത്തൊഴുക്കിൽ കുറച്ച് ആളുകൾ അകപ്പെട്ടു പോയി. അവരെ രക്ഷപ്പെടുന്ന ദൗത്യം ഇപ്പോൾ തുടരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കനത്ത മഴയിലാണ് ഈ നീരൊഴുക്ക് വല്ലാതെ കൂടി ഇതിനിടയിൽ പെട്ടുപോയ മനുഷ്യരെ രക്ഷപ്പെടുത്താനുള്ള തീവ്ര ശ്രമം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ആ പാലത്തിന് കീഴിലായിട്ട് ഒരു മനുഷ്യൻ അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തുന്നതും കാത്ത് നിൽക്കുകയാണ് അദ്ദേഹം. ജമ്മുവിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കനത്ത മഴയായിരുന്നു അവിടെ. ജമ്മുവിൽ ആ പുഴ നിറഞ്ഞൊഴുകുന്ന ദൃശ്യമാണ്. അദ്ദേഹം അജീഷ് ജയകുമാർ നമുക്കൊപ്പം ചേരും. അജീഷ്, കൂടുതൽ വിവരങ്ങൾ എന്താണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്? കാരണം അദ്ദേഹത്തെ അവിടെ പെട്ടുപോയ ഒരാളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണിപ്പോൾ അവിടെ ദൗത്യം നിർവഹിക്കുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അജീഷ്, വിവരങ്ങൾ പറയൂ. ഇന്നലെ രാത്രി മുതൽ തന്നെ ജമ്മു കശ്മീരിൽ കനത്ത മഴ പെയ്യുകയാണ്. ഈ കനത്ത മഴ പെയ്യുന്ന ഈ സാഹചര്യത്തിലാണ് നദികളുടെ ജലനിരപ്പ് പെട്ടെന്ന് ഉയർന്നത്. ഈ തവി നദിയുടെ ഒരു ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിലെ ഒരു പാലത്തിനടിയിൽ ഒരാൾ കുടുങ്ങിക്കിടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്. ആ മനുഷ്യനെ ഒരു കയറിൽ പിടിച്ചാണ് ഒരു പാലത്തിന്റെ ഒരു തൂണിൽ അതിലാണ് നിൽക്കുന്നത്. നിലവിലിപ്പോൾ അയാളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ഇപ്പോൾ നടത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നേ ഉള്ളൂ. ഇന്നലെ രാത്രി മുതൽ തന്നെ ജമ്മു കശ്മീരിൽ പല ഭാഗത്തും ശക്തമായ മഴയുണ്ട്. ഒരു കൂട്ടം ആളുകൾ അത് ഈ നദിയുടെ തീരത്ത് അതിന്റെ എന്തോ കളക്ട് ചെയ്യാൻ, എന്തോ ശേഖരിക്കാൻ വേണ്ടി പോയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ നദിയിൽ അകത്തിറങ്ങിയപ്പോൾ പെട്ടെന്ന് ജലനിരപ്പ് ഉയർന്ന് അയാൾ അവിടെ കുടുങ്ങി പോവുകയായിരുന്നു. പിന്നീട് ഈ തൂണിന്റെ ഭാഗത്ത് അയാൾ പിടിച്ചു നിൽക്കുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അയാളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ഇപ്പോൾ തുടങ്ങിയതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ജലനിരപ്പ് അതിശക്തമായി തന്നെ ഉയരുന്നുണ്ട്, അതിശക്തമായ ഒഴുക്കുണ്ട്. അതുകൊണ്ട് ഇയാളെ രക്ഷപ്പെടുത്താനുള്ള ഈ ഒരു ദൗത്യം എന്തായാലും അദ്ദേഹത്തെ വേഗം രക്ഷപ്പെടുത്താൻ കഴിയട്ടെ. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.